ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ റീഡിംഗ് മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ റീഡിംഗ് ആണ്. അതായത് മാർച്ച് 1 മുതൽ 7 വരെയുള്ള റീഡിംഗ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ നിങ്ങൾ ഒരു ആംബിഷ്യസ് ആയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മാറ്റിവെച്ച പല സ്വപ്നങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ, അതിനെക്കുറിച്ചെല്ലാം വീണ്ടും നിങ്ങൾ ചിന്തിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ആ ഒരു ഗോൾസിനെ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നു എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. പലരുടെ ലൈഫിലേക്കും ഒരു സമൃദ്ധി കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചിലരുടെ ലൈഫിലൊക്കെ ഒരു ഫീമെയിൽ എനർജി, ഫെമിനൈൻ എനർജി വരുന്നതായിട്ട്, എന്തായാലും ആ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു അബണ്ടൻസ് കൊണ്ടുവരാനാണ് വരുന്നത്. വിവാഹിതരായ വ്യക്തികൾക്ക് ഒരു പ്രഗ്നൻസിയൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന, കാലങ്ങളായിട്ടൊരു ഗുഡ് ന്യൂസിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് ഈ ഒരാഴ്ചയിൽ പോസിറ്റീവായൊരു റിസൾട്ട് കിട്ടുന്നതായിട്ടും വ്യക്തമാണ്. എന്തു തന്നെയായാലും നിങ്ങളുടെ ലൈഫിലേക്ക് ഈ ഒരു ആഴ്ച കുറേ സന്തോഷങ്ങൾ കടന്നു വരുന്നതായിട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഫ്യൂച്ചറിനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതായത് ഭാവി സുരക്ഷിതമാക്കാൻ, ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കാം, വിദ്യാർത്ഥികളെയൊക്കെ സംബന്ധിച്ച് ഒരു പുതുതായിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. എന്തായാലും നിങ്ങൾ നന്നായി പ്രയത്നിക്കുന്ന ഒരാഴ്ചയായിട്ടാണ് ഈ ഒരു ആദ്യത്തെ ആഴ്ച കാണുന്നത്. ഒരു ഫ്യൂച്ചറിനെ നോക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഭാവിയെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും അതിനായി തികച്ചും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണാം. മാത്രമല്ല, നിങ്ങളുടെ പാസ്റ്റിലെ, അതായത് നോസ്റ്റാൾജിക് ആയിട്ടുള്ള പല ഫീലിങ്സും നിങ്ങൾക്ക് വരുന്നതായിട്ട് ഇവിടെ വ്യക്തമാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത വ്യക്തികൾ, പാസ്റ്റിലെ ആ വ്യക്തികളായിട്ട്, ചിലപ്പോൾ അത് ഫ്രണ്ട്സൊക്കെ ആകാം, അവരുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരാനും അവരുമായിട്ടൊരു കോൺവെർസേഷൻ, ഫോണിക് കോൺവെർസേഷനോ മെസ്സേജോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഈ ഒരാഴ്ചയിൽ. പിന്നെ ഈ ഒരാഴ്ചയിൽ നിങ്ങൾ കുറച്ചും കൂടിയൊക്കെ ഒരു നല്ല വിൽ പവർ ഉള്ളൊരു വ്യക്തി, കോൺഫിഡൻസ് ആയൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. എന്തൊക്കെ ദുർഘട നിമിഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിലും അതിനെല്ലാം വളരെ ധൈര്യത്തോടു കൂടി, തൻ്റെ അടുത്തോടു കൂടി കാണാൻ നിങ്ങൾക്ക് സാധിക്കും. അതിലൊരു വിജയം കൈവരിക്കാനും നിങ്ങൾക്ക് സാധ്യമാണ്. ചിലരൊക്കെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ രീതിയിലുള്ളൊരു ഇമോഷൻസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതായത് പുതുതായിട്ടുള്ള ബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരിക്കും മാർച്ച് മാസത്തിലെ ഈ ഒരു ആദ്യത്തെ ആഴ്ച. പിന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ളൊരു ജോയ്ഫുൾ ആയൊരു മൂമെൻറ്റ്സ് ഈ ഒരാഴ്ചയിൽ കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തോ തരത്തിലുള്ളൊരു സംതൃപ്തി, അതൊരു പക്ഷേ ജോലിപരമായിട്ടുള്ള സംതൃപ്തിയാകാം, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലൊരു സംതൃപ്തി. എന്തായാലും നിങ്ങളുടെ ലൈഫിലൊരു സംതൃപ്തി ഈ ഒരു ആഴ്ചയിൽ സാധ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഈ ഒരു ആഴ്ചയിൽ നടക്കുന്നതായിട്ടും ഇവിടെ വ്യക്തമാണ്. എന്തായാലും ചെറിയ രീതിയിലുള്ളൊരു ആഘോഷങ്ങളോ കൂട്ടായ്മകളോ ഒക്കെ ഈ ഒരാഴ്ചയിൽ കാണുന്നുണ്ട്. പലരുമായിട്ട് കാണാനും അവരുമായിട്ട് കുറേ സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനുമുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് ഈ ആഴ്ചയിൽ സാധ്യമാകുന്നു. എന്തായാലും ഈ ഒരു മാർച്ച് മാസത്തിലെ ആദ്യത്തെ ആഴ്ച എന്തുകൊണ്ടും നിങ്ങൾക്കൊരു പോസിറ്റീവായൊരു ആഴ്ചയായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.